പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസുൻ മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശം സംഭവിക്കും. വ സലാസുൻ മുനജ്ജിയാത്ത്, 3 കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ രക്ഷിക്കും. വ സലാസുൻ കഫാറാത്ത്, 3 കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പാപമോചനമാണ്. വ സലാസുൻ ദറജാത്ത്, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പദവി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ 4 വിഷയങ്ങൾ, 3 കാര്യങ്ങൾ വീതമുള്ള 4 വിഷയങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ 4 കാര്യങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പ്രായ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ വ്യക്തികൾക്കും അനിവാര്യമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒന്ന്, നമുക്ക് രക്ഷ തരുന്ന കാര്യങ്ങളാണ്, ദുനിയാവിലും പരലോകത്തും രക്ഷ തരുന്ന കാര്യങ്ങളാണ്. അഥവാ നമ്മുടെ പേഴ്സണാലിറ്റി ആളുകൾക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കാൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. വസലാസുൻ മുനജ്ജിയാത്ത്, 3 കാര്യങ്ങൾ 2 ലോകത്തും പരലോകത്തും ഇഹലോകത്തും അത് ഉണ്ടാവുക വഴി, ആദ്യത്തേത് ഉണ്ടാകാതിരിക്കലാണെങ്കിൽ രണ്ടാമത്തെ 3 കാര്യങ്ങൾ ഉണ്ടാവുക വഴി നമുക്ക് രക്ഷ കിട്ടുന്നതാണ്. വസലാസുൻ കഫാറാത്ത്, ഈ ജീവിതത്തിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ബാക്കി 3 കാര്യങ്ങൾ. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പദവി ഏറ്റിത്തരുന്ന കാര്യങ്ങളാണ് എന്നാണ്. അപ്പൊ നമ്മളതൊന്ന് എടുക്കുകയാണ്. മുഖ്യമായും നമ്മൾ മുഹ്ലിക്കാത്ത്, നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണ് റസൂലുള്ളാഹി പറഞ്ഞതെന്ന് പരിശോധിക്കാം. ഏതാണ്? അമ്മ അൽ മുഹ്ലിക്കാത്ത്, നിങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഫശുഖുൻ മുതാഉൻ, ഒന്നാമത്തെ കാര്യം അതാണ്. എല്ലാ നിലക്കുമുള്ള പിശുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ജീവിതത്തിൽ പിശുക്കുണ്ടോ അത് നിങ്ങൾക്ക് നാശാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വഹവൻ മുത്തബ, നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റി ജീവിക്കുന്ന ഒരാളാണോ? തോന്നലിനനുസരിച്ച് ഇങ്ങനെ പോവാണ്, നിങ്ങൾക്ക് വേറെ ക്രോസ് ചെക്കിങ്ങുകളൊന്നുമില്ല, നിങ്ങളെ തോന്നലനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ പോകുന്നു, അങ്ങനെയാണെങ്കിൽ അതും നിങ്ങളെ നശിപ്പിക്കും. മൂന്നാമത്തത് വയഅജാബുൽ മർഉ ബിനഫ്സി, ഒരാൾക്ക് ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നുകയാണ്. ഈ 3 കാര്യങ്ങളിൽ ഓരോന്നിനെയും ഒരു 3-4 പോയിന്റുകൾ വെച്ച് നമ്മൾ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്, മറ്റു വചനങ്ങളൊക്കെ വെച്ചിട്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് പിശുക്കിനെ കുറിച്ച് പറയാണ്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറൻ ലഹും സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ. ഒരാളും വിചാരിക്കരുത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് പിശുക്കുന്ന ഒരാളും വിചാരിക്കരുത്. എന്ത്? ഹുവ ഖൈറൻ ലഹും, അത് അവർക്ക് ഖൈറായിരിക്കുമെന്ന് വിചാരിക്കരുത്. ബൽ ഹുവ ശർറൻ ലഹും, അത് അവർക്ക് ശർറ് തന്നെയായിട്ടാണ് സംഭവിക്കുക. സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ, നാളെ അവരെന്താണോ പിശുക്കി വെച്ചത് അത് അവർക്ക് ഖണ്ഡാഭരണമായി അണിയിക്കപ്പെടും എന്നാണ്. അപ്പൊ നമുക്ക് പിശുക്കുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. നാട്ടിൽ ഓരോ ആളുകൾക്ക് അവർ ഭയങ്കര പിശുക്കന്മാരാണെന്ന് ചിലപ്പോൾ നമ്മൾ ലേബൽ കൊടുക്കും. അവരുടെ ജീവിതത്തിൽ അവരേതെങ്കിലും ഒരു പൊതുപിരിവിന് ചെന്നപ്പോൾ എടുത്തൊരു സ്റ്റാൻഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിലുള്ളൊരു കാരണം. ഒരു വസ്തു കൊടുക്കൂല, അങ്ങനെ അയാൾക്കൊക്കെ എത്രങ്ങാനുണ്ട് എന്നൊക്കെ പറയും. ഈ കോടികളുള്ളവർക്ക് മാത്രമൊന്നുമല്ല പിശുക്ക് വരിക. പിശുക്ക് എന്നുള്ളത് മനസ്സിന്റെ ഒരു രോഗമാണ്. അമ്രാദുൻ നുഫൂസ്, മനസ്സിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്നുള്ളവർക്ക് കുറേ കാര്യങ്ങൾ, 19 കാര്യങ്ങൾ പണ്ഡിതന്മാര് പ്രവാചകന്റെ ഹദീസുകളെ വിലയിരുത്തി എണ്ണിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ടതാണ്. പറയണ ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും പിശുക്കന്മാരാകും എപ്പോ? നമുക്ക് വളരെ കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പലപ്പോഴും പരലോകത്തേക്ക് നമുക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ, എന്റെ ഇൻകം എന്ന് പറയുന്നത് പടച്ചോൻ തരുന്നതാണല്ലോ, അല്ലെ? സമ്പത്തിനെ കുറിച്ച് പ്രയോഗിച്ചെടുത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിയതെന്നാണ് എല്ലായിടത്തും ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ഒറ്റയ്ക്ക് അധ്വാനിച്ച് ഉണ്ടാക്കിയതെന്ന് എവിടെയില്ല. മിമ്മാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. മാർച്ച് മാസം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻകവും നിങ്ങളുടെ ബാലൻസും നിങ്ങളുടെ എക്സ്പെൻസ് ഷീറ്റും ഒക്കെ വെച്ച് ഈ 3 കൂടെ പോയതും ഞാൻ തന്നതാണ്. ഞാൻ തരാത്തൊന്നും നിങ്ങൾക്കില്ല. അപ്പൊ ആ പടച്ചോൻ തന്നതിൽ നിന്ന് നമ്മുടെ ഖബറിലേക്കും പരലോകത്തേക്കും ബാക്കിയാകുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്? നമ്മുടെ ജീവിതാസ്വാദനങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി കൊടുക്കുമ്പോഴുള്ള മനസ്സെന്താണ്? ഇത് നല്ലൊരു, നമ്മൾ പിശുക്കനാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള നല്ലൊരു മാർക്കാണ്. അതുകൊണ്ട് മാത്രം ആകൂല. ഒരാൾ നല്ല ബെൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി പുതിയൊരു കാർ എടുക്കുന്നു, അത് ചിലപ്പോ പിശുക്കാകൂല, ധൂർത്താകൂല. അത് ചിലപ്പോ ധൂർത്താകൂല. എന്താ കാര്യം? അയാൾക്ക് അതിന് മാത്രം സമ്പാദ്യം ഉണ്ടാകും.
അപ്പോ അതിന് മാത്രം സമ്പാദ്യം ഉണ്ടാകുമ്പോ അതൊരിക്കലും ധൂർത്തിന്റെ ഗണത്തിൽ പെടൂല. അപ്പോ ധൂർത്തിന്റെയും പിശുക്കിന്റെയും ഇടയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇസ്ലാം നിർദ്ദേശിച്ചത്, അല്ലെ? വലാ തുസ്രിഫു എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. അപ്പൊ ദുർവ്യയം ചെയ്യാന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെലവിടുന്ന തുക എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് എത്ര ആസ്തിയുണ്ട്, നമുക്കെത്ര നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഇതിലൊരു മാനദണ്ഡമാണ്. അംബാനി കല്യാണം കഴിച്ചപ്പോ, മോന്റെ കല്യാണം കഴിച്ചപ്പോ അംബാനിയുടെ സമ്പാദ്യത്തിന്റെ 3% കറക്റ്റ് ഓർക്കണില്ല ഞാന്, 1% ചെലവഴിച്ചത് എന്നാണ്. അംബാനിയുടെ സമ്പാദ്യത്തിന്റെ 1% ചെലവഴിച്ചത് എന്നാണ്. അയാൾ ഭയങ്കര സംഭവബഹുലമായി കല്യാണം കഴിച്ചു, അല്ലെ? അപ്പൊ ചില ആളുകൾ പക്ഷെ ഇത് കഴിക്കെങ്ങനെ, ചില ആളുകൾ അത് കഴിക്കുള്ളതൊക്കെ കൂടെ വാങ്ങിക്കൂട്ടി അടുത്ത ഒരു ജീവിതകാലം മുഴുവൻ, പ്രവാസികളൊക്കെ ഉണ്ടതിൽ ഭയങ്കര മണ്ടത്തരം ചെയ്യുന്ന ആൾക്കാർ. എന്താ, വലിയ പൈസക്ക് ഇതേപോലത്തെ ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് പിന്നെ അവിടെ പോയി കഷ്ടപ്പെട്ട് പിന്നെ അത് തീർക്കണ തിരക്കിലായിരിക്കും. വീട് വെക്കുമ്പോ വീട് 3D ആർക്കും വരച്ചുതരാം, ഏത് എഞ്ചിനീയർക്കും നല്ല 3D വരച്ചുതരാം. ഈ വരക്കണ 3D സിമെന്റും കല്ലും മെറ്റലും വെച്ച് ഉണ്ടാക്കണം. ആ ഓർമ്മ നമുക്ക് വേണം. ഒരു വാതിലിന്റെ പൂട്ടും കുളത്തും 500 റുപ്യക്കും കിട്ടും, 5000-നും കിട്ടും, 50,000-നും കിട്ടും. അത് പിശുക്കും ധൂർത്തും ആടുന്നത് എവിടെയാണ്? എന്റെ ഇൻകം എത്രയാണ്, എനിക്ക് ബാക്കി ബാധ്യതകൾ എന്തൊക്കെ ചെയ്യാനുണ്ട്, ഞാനൊരു ഉംറ ചെയ്തിട്ടുണ്ടോ, എന്റെ പെങ്ങളുടെ വീട് ഒരു ചെറ്റക്കുടിലാണ്, ഞാൻ എന്റെ വീടിന് 50,000-ന്റെ കുളത്ത് വെക്കുന്നു, പെങ്ങൾക്ക് ആകെ വേണ്ടത് 5,000 റുപ്യന്റെ നല്ലൊരു ഷീറ്റാണ്, അത് കൊടുക്കാൻ എന്റെ അടുത്ത് പൈസ ഇല്ലാതിരിക്കുക. അവിടെയാണ് പിശുക്കും ധൂർത്തുമൊക്കെ യഥാർത്ഥത്തിൽ തീരുമാനമാകുന്നത്. അപ്പോ ശരിക്കും നല്ല ആത്മപരിശോധന വേണം. നമ്മൾ ഈ അരിപ്പയിലേക്ക് മണലിട്ടിട്ട് കുലിക്കിയാല് മണല് താഴ്ത്തിക്കാടും, ആ വേസ്റ്റ് ഒക്കെ അവിടെ കിടക്കും. ഈമാനിന്റെ അരിപ്പിക്കൊണ്ട് ഇടണതൊക്കെ നിലപാടുകളാണ് ഇതിലൊക്കെ. എന്തിലും നിലപാടാണ് സഹോദരന്മാരെ. നമ്മളാക്കുന്നതും നമ്മുടെ സ്വർഗം തീരുമാനിക്കണമെന്ന് നിലപാടുകളാണ്, ഒരു സംശയമല്ല. മൗഖിഫ് എന്നാണ് അറബിയിൽ പറയാം, മൗഖിഫ്. ആ മൗഖിഫാണ് നമ്മളാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നിലപാടുകൾ ഉണ്ടാക്കാൻ വിശുദ്ധ ഖുർആൻ പറയാണ്, വമൻ യൂഖ ശുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിശുക്കിൽ നിന്ന് ആരൊക്കെയാണോ അവരുടെ മനസ്സുകളെ സംരക്ഷിച്ചു നിർത്തിയത് അവരാണ് വിജയിച്ചത്. അപ്പൊ പിശുക്കുള്ളൊരു വ്യക്തിക്ക് 2 ലോകത്തും വിജയമല്ല. നമുക്കിങ്ങനെ തോന്നും ഭയങ്കര വിജയമാണ്, മൂപ്പർക്ക് ഡ്രൈവർ ഉണ്ട്, മൂപ്പർക്ക് സെറ്റപ്പ് ഉണ്ട്, വലിയ വീടാണ്. പക്ഷെ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അവിടെ കിട്ടുന്ന ഒരു സാധനമാണ് മനസ്സിന്റെ സുഖം, ആസ്വാദനം, സമാധാനം. അതില്ലാതെ നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉറങ്ങാൻ കഴിയാത്ത എത്ര മനുഷ്യരുണ്ട്. ഉറങ്ങാൻ വേണ്ടി ജീവിതത്തിൽ എന്തും ചെയ്യാൻ പറ്റുന്ന എത്ര മനുഷ്യരുണ്ട്. ഞാൻ എൻ്റെ ഒരു ഖുത്ബയിൽ പരാമർശിച്ചു പോയിട്ടുണ്ട്. വളരെ റീച്ചുള്ള യൂട്യൂബ് ചാനലുകൾ സംബന്ധിച്ചൊരു ചെറിയ സ്റ്റഡി, ദാവാരംഗത്തെ പ്രത്യേകിച്ചും ആന്റി ഫാഷിസവുമായി ബന്ധപ്പെട്ട ചില പ്രൊജക്ടുകളുടെ ഭാഗമായി എൻ്റെ ടീം ചെയ്ത സമയത്ത് അവരെനിക്ക് തന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് എന്താ അറിയോ? അതിൽ കുറച്ച് നാച്ചുറൽ വോയിസ് മാത്രമാണ്. പുഴ ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം, അതേപോലെ തന്നെ മൈൽഡായിട്ട് ഇങ്ങനെ കാറ്റടിക്കുന്ന ശബ്ദം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉള്ള ചില ഓസ്കാർ അവാർഡുകളൊക്കെ കിട്ടിയ ഫിലിമുകളൊക്കെ ഡയറക്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ചെയ്ത ചില വ്യക്തികളൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ പേര് നിങ്ങൾക്ക് അറിയണവർക്ക് മനസ്സിൽ വരാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്ലൂ ഇട്ടത്. ഇവരൊക്കെ പലയിടത്തും പോയിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കോടികൾ വിലയുള്ള ഡിവൈസുകൾ വെച്ചിട്ടാണ് ഒക്കെ പകർത്തുന്നത്, ഓരോ സാധനവും പകർത്തുന്നത്. അതാണ് ഫുട്ടേജുകളായി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത ഓഡിയോകൾ യൂട്യൂബിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ യൂട്യൂബ് കമന്റ്സ് ഞാൻ വാച്ച് ചെയ്തു. ആ യൂട്യൂബ് കമന്റ്സ് എന്താ പറയുക? ഈ യൂട്യൂബ് തുറന്നു വെച്ചിട്ട് ഉറങ്ങണ മനുഷ്യന്മാര്, ഉറങ്ങാൻ പറ്റണില്ല ആൾക്കാർക്ക്. അവരുടെ ഉള്ളിലെ നൊമ്പരങ്ങളും വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയായിട്ട് സംസാരിച്ചു. അവർക്കും എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് അവരുടെ ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലാത്തതിന്റെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ആരും വിചാരിക്കേണ്ട അവരുടെ എന്തെങ്കിലും ജൈവികമായ സെക്ഷലായ കാര്യങ്ങളാണെന്നൊന്നുമല്ല. അവർക്ക് പകലാണ് പ്രശ്നം. പകൽ മുഴുവൻ എന്തൊക്കെയോ ഭീതി അവരുടെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞു പൊന്താണ്. അപ്പൊ ഇത് ഭയങ്കര വിഷമാണ് സഹോദരന്മാരെ. ഇത് വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങളെ വീട്ടിൽ മാനസിക രോഗിയായ ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. എപ്പോൾ വേണമെങ്കിലും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും, മുറ്റത്തെ കിണറ്റിലേക്ക് എടുത്തു ചാടും എന്ന അവസ്ഥയുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയിട്ടൊരു കാര്യമല്ല. അത് അസ്വസ്ഥതയായി അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. വേറെ ചുറ്റും എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിശുക്കിൽ നിന്ന് മനസ്സിനെ നമ്മൾ ഇങ്ങോട്ട് മോചിപ്പിക്കുമ്പോ ഫലാഹുണ്ട് എന്ന ഖുറാന്റെ പ്രയോഗം, ഫലാഹുണ്ട്. അപ്പൊ ഇനിയും കുറച്ചും കൂടിയും പിശുക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ ആ ഫലാഹ്, ആ വിജയം, ആ ആശ്വാസം, ആ സമാധാനം വേറെ തന്നെ കിട്ടും. അക്കൗണ്ടിൽ ഇങ്ങനെ ഭയങ്കര പൈസ കിടക്കണതിന്റെ സമാധാനം ചിലപ്പോൾ ഉണ്ടാകും. ആ സമാധാനം സംരക്ഷിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വേറെ പലതും ആയിരിക്കും. മറിച്ച് നമുക്ക് ചിലപ്പോ 2000 റുപ്യ വലിയൊരു പൈസയാവില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ശരിക്കും കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു റമളാൻ മാസത്തിൽ, നമ്മുടെ നാട്ടിൽ പള്ളിയൊന്നും ഇല്ലാത്തൊരു കാലം,
ഞാൻ ഖുത്ബ പറഞ്ഞിരുന്നത് മറ്റൊരു ജില്ലയിലായിരുന്നു. ഞാനന്ന് പാർട്ട് ടൈം ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ വെള്ളിയാഴ്ച എനിക്ക് ഒഴിവാണ്. അപ്പൊ അങ്ങോട്ട് നിയത്താക്കും. നമ്മൾ നേരത്തെ അവിടെ ചെല്ലും, ഖുത്ബ കഴിയും, ഏതെങ്കിലുമൊക്കെ ഒരു അയൽക്കൂട്ടത്തിൽ പങ്കെടുക്കും. ഭയങ്കര രസമുള്ള മനോഹരമായ ഒരു കാലമായിരുന്നു. അപ്പോ അവിടെയാണ് ഞാനന്ന് വിവാഹം കഴിച്ച് എൻ്റെ വൈഫ്, ഞാൻ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വാപ്പിയമ്മയും നമുക്ക് പെർമിഷൻ തന്നുകൊണ്ട് തന്നെ റമദാനിലെ 10 ദിവസം അവിടെ കഴിച്ചു കൂട്ടി. അപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണും. ഞാൻ ഈ ആമുഖം പറഞ്ഞത് ഇനിയുള്ള പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് കേട്ടോ. അയാളിങ്ങനെ കരഞ്ഞ് 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 പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് തോന്നി അയാളോട് നമ്മളെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ മൂപ്പരോടൊന്ന് പറയണം. മൂപ്പരൊന്ന് പ്രാർത്ഥിച്ചാൽ കുറച്ച് ഹൈറുണ്ടാവും എനിക്ക്. അത്ര ഏകാഗ്രമായ നീണ്ട ദുആയാണ്. ഞാൻ മൂപ്പരടുത്ത് ഇങ്ങനെ പോയിരുന്ന് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ വലിയൊരു ആവശ്യം ഉണ്ടല്ലോ, എന്നോടും പറയും എനിക്കും ആ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, എനിക്കൊരാവശ്യമുണ്ട്, അത് നിങ്ങളും പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ മൂപ്പരെൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അറിയും, ദുന്യാവിലെ മൗലവി ഇപ്പൊ ആകെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ വീടിന് ഒരു ഡോർ വെക്കണം, നല്ല കനം കട്ടിയുള്ള ഒരു വാതിൽ വെക്കണം, അതിന് പൈസ അല്ല. മനുഷ്യന്മാരോട് ചോദിച്ചൂടാ, എനിക്ക് ഭയങ്കര മാനക്കേടാണ് അങ്ങനെ ചോദിക്കണേ. എൻ്റെ മോളും ഞാനും ഭാര്യ കണ്ടു. ഇന്നലെ രാത്രി ഒരാൾ വന്ന് വാതിൽ മുട്ടി. മോള് കല്യാണപ്രായ കുട്ടിയല്ലേ, വല്ലൊരും ചവിട്ടി കയറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ഏരിയക്ക് അറിയാലോ. അയാള് ഭയങ്കര വിലയുള്ള 10 കൊല്ലം മുമ്പാണ് വിലയുള്ള ഡോറാണ്, 2000 റുപ്യന്റെ റെഡിമെയ്ഡ് ഡോറാണ് മൂപ്പർക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ വീട് ആ നിലക്ക് സന്ദർശിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കുറച്ച് ആളുകൾ ഇടപെട്ട് ചെയ്തു. ഞാൻ പറഞ്ഞേ, നമുക്കൊരു 2000 റുപ്യ പറഞ്ഞ എന്താ, വെറുതെ ചിന്തിച്ചു നോക്കി നിങ്ങള്. ഇപ്പൊ ഈ ബക്കറ്റുകളൊക്കെ മുന്നിൽ വരുമ്പോ കുറച്ച് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ മനുഷ്യന്മാരുടെ അവരുടെ അഭിമാനം എടുത്തിട്ട് ജനങ്ങളെ മുന്നിക്ക് വെച്ചെന്നിട്ടാണ് ഈ ബക്കറ്റുകളിലൊക്കെ പലതും ചോദിക്കണത്. ഉറപ്പാ കുറച്ചൊക്കെ ഫേക്കായ ആൾക്കാരുണ്ടാകും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ശുഖിനെ നമ്മുടെ മനസ്സൊന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു. വത്തഖു ശുഹ, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളെ മുമ്പ് ഒരുപാട് ജനതകൾ തകർന്ന കഥകൾ കേട്ടിട്ടില്ലേ? ഓരോ പ്രവാചകന്മാരുടെയും സമൂഹങ്ങൾ തകർന്നതുണ്ട്. അതിലെ പലരും തകർന്നത് എന്താ, അവരുടെ പിശുക്കായിരുന്നു അതിന്റെ കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? ഹമലഹും അല അൻ സഫഖു ദിമഅഹും വസ്തഹല്ലു മഹാരിമഹും, പിശുക്ക് അവരെ ഏതുവരെ എത്തിച്ചു, അഥവാ നമ്മുടെ ഉള്ളിലെ പിശുക്ക് ഏതുവരെ എത്തിക്കും എന്നുള്ളതും കൂടി വായിക്കണതിമെന്ന്. ഹമലഹും, അവരെ അത് പ്രേരിപ്പിച്ചു. അൻ സഫഖു ദിമഅഹും, ചോരയൊഴിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. വസ്തഹല്ലു മഹാരിമഹും, അള്ളാഹു അവർക്ക് നിഷിദ്ധമാക്കിയത് ഹലാലാക്കാൻ അവരെ അത് പ്രേരിപ്പിച്ചു. പൈസ കിട്ടണം, പൈസന് കിട്ടാന് എന്താ, കൈക്കൂലിയാണ് കൊടുക്കും, പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണ് കൊടുക്കും, കള്ളു വേണമെങ്കിൽ കള്ളു കൊടുക്കും. ഇല്ലേ, നാട്ടിൽ നടക്കണില്ലേ? വലിയ വലിയ സംഭവത്തൊക്കെ എത്തുമ്പോ നടക്കണില്ലേ സഹോദരങ്ങളെ? ഫയലാണ് പാസ്സാകണമെങ്കിൽ ഈ ജാതി പരിപാടിക്കൊക്കെ എത്തും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇത് പറയുമ്പോ കേട്ടോ, ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ്, വേറെ ആരും നമുക്ക് ഓർമ്മ വരരുത്. നമുക്ക് നമ്മൾ ഓർമ്മ വന്ന് നമ്മളോട് സംസാരിക്കണം. അപ്പോ ശുഖ് നശിപ്പിക്കുന്നതാണെന്ന് ഇതിലുണ്ട്, ദുന്യാവിൽ നിന്ന് നശിപ്പിക്കുന്നതാണ്. ദുന്യാവിൽ നിന്ന് പല സമൂഹങ്ങൾക്കും നാശം വാങ്ങിക്കൊടുത്തത് പിശുക്കാണ് എന്നതിലുണ്ട്. 2, പിശുക്കൻ ഏത് അറ്റം വരുമ്പോ, ഇത് വഹയിന്റെ വാക്കാണ്, ഇത് ആകാശത്തുനിന്ന് വന്ന കലാമാണ്. ഇതിലെ അക്ഷരങ്ങൾ പ്രവാചകൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ആശയം പടച്ചോൻ കൊണ്ടുവന്നെടുത്താണ്. അതാണ് ഹദീസിന്റെ പ്രത്യേകത. കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസുന്ന, ജിബ്രീൽ സുന്നത്തും കൊണ്ടുവരാറുണ്ടായിരുന്നു. കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ഖുർആനും കൊണ്ടുവന്നതുപോലെ എന്നാണ്. ഹദീസ് അള്ളാഹു ആകാശത്തുനിന്ന് കൊടുത്തയച്ച തന്നെയാണ്, പക്ഷെ വാക്കുകൾ പ്രവാചകൻ ഉച്ചരിക്കുന്നതാണ്. ആയത്താകുമ്പോ വാക്കും ആശയവും റബ്ബ് കൊടുത്തയച്ചതാണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, ഇതൊരുപാട് തിന്മകൾക്കുള്ള വഴിയാണ് എന്നാണ്. എന്താ, ഇയ്യാക്കും വശുഹ, നിങ്ങൾ പിശുക്കനെ സൂക്ഷിക്കണം. ഫൈനമ ഹലക മൻ കാന ഖബ്ലകും ബിശുഖി, നിങ്ങളുടെ മുൻപുള്ള പല സമൂഹങ്ങളും തകർന്നതിന്റെ കാരണം പിശുക്കാണ്. അപ്പൊ പിശുക്ക് ചിലപ്പോ നമ്മളെ നശിപ്പിക്കും. ഒരു ഷോർട്ട് സർക്യൂട്ട്, ഒരു നല്ല കനുള്ള 2.5 മിനിറ്റിന്റെ കാറ്റ്, റബ്ബറും തോട്ടം മൊത്തം നിലംപൊത്തിയിട്ടുണ്ടാവും അല്ലെ? അതല്ലെങ്കിൽ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഫയൽ നോക്കിയപ്പോ കണ്ട ഏതോ ഒരു കൊറി, അത് മതി, ഖലാസ്. അതൊക്കെ ആയിരിക്കും, കാരണങ്ങൾ വേറെ പലതായിരിക്കും. പക്ഷെ അടിസ്ഥാനം എന്താ, അവന്റെ ഉള്ളിലെ പിശുക്കിന്റെ നിലപാടാണ് അവനെ നശിപ്പിക്കുന്നത് എന്നാണ്. ഇനി അമർഹം ബിൽ ബുഖ്ലി ഫബഖലു, അന്ന് അവരിൽപ്പെട്ട ആളുകൾ പലരും പിശുക്കുകൊണ്ട്, അങ്ങനെയുണ്ട്, പിശുക്കുകൊണ്ട് ഉപദേശിക്കുന്ന ചില ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഈ പിശുക്കുകൊണ്ട് ഉപദേശിക്കുക? നമ്മുടെ നാട്ടിലൊരു വിധവുണ്ട്, ഒരു കിഡ്നി രോഗി ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അതിന്റെ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകിച്ച് ഈ വെൽഫെയർ പ്രവർത്തനങ്ങൾ, അതിന്റെ കമ്മിറ്റികളിലൊക്കെ ഇടപെടുന്നവരാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്. സക്കാത്ത് കമ്മിറ്റിന്റെ ആൾക്കാർ, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നവര്. അവരുടെ ഒരു പ്രശ്നം എന്താ, എന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ പറയും, ഞാൻ അവരോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്കൊക്കെ ശരിക്കും ഭയങ്കര ഉത്ബോധനങ്ങളല്ലേ, ഇപ്പൊ കാഷ്വാലിറ്റിയിൽ, ക്രിട്ടിക്കൽ കെയറിൽ,
സർജറി നടത്തുന്ന ഡോക്ടേഴ്സ്, ഇവരോടൊക്കെ നമ്മൾ പറയും ഇവർക്കൊക്കെ വേണ്ടിയുള്ള ചില പ്രത്യേക പരിപാടികൾ എടുക്കും. പ്രൊഫൈസ് എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ പ്രോഗ്രാം എങ്ങനെ തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെയാണ് ഇരിക്കുക. അവരെ കൂടെ ഇരുന്നിട്ട് അവരുടെ ഫുൾ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ വലിയ മാരകമായ രോഗങ്ങളൊക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഉത്ബോധനങ്ങളല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എന്റെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ്, ഒരു അറക്കണ ഒരാള് അറക്കുമ്പോ അയാൾക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? ഇല്ല. മനുഷ്യന്റെ മനസ്സിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്, അറിയോ? അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ വരുന്നത്. എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ്സിന് പോകും, ക്ലാസ് എടുക്കും, ഒക്കെ ചെയ്യും, നന്നായി വായിക്കും, പഠിക്കും. ഒരു ഉസ്താദിനെ വെച്ച് അറബി ഭാഷ അടക്കം പഠിക്കണേ, അതിനുവേണ്ടി കിലോമീറ്റർ യാത്ര ചെയ്യുന്ന പ്രൊഫഷണൽസിനെ എനിക്കറിയാം. ഒരു ഞായറാഴ്ച ആകെ കിട്ടുക. എന്താ നമ്മളിതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്കിതൊന്നും ഒരു വലിയ നില ഇല്ലാതാവും. ഇതിനോടൊന്നൊരു വലിയ നില ഇല്ലാതാകണേ ഒരവസ്ഥ മനസ്സിലുണ്ടാകുന്നതാണ്. അപ്പോ ഇതേ അവസ്ഥ ഈ വെൽഫെയർ കമ്മിറ്റിയിലൊക്കെ അപേക്ഷകൾ വായിച്ചിട്ടുണ്ടാകും. അപ്പൊ പറയും, ഓനിപ്പോ പ്രശ്നമൊന്നുമില്ല, ഓന് നമ്മൾ ആ പൈസ ഇട്ടിട്ടുണ്ട്, ഈ പൈസ ഇട്ടിട്ടുണ്ട്, മറ്റേ പൈസ ഇട്ടിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? ആരെ പറഞ്ഞു കിട്ടുന്നുണ്ട്? അത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോ ക്ലോസ് ആയിട്ടുണ്ടാവും, അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. നമുക്കുള്ള ഏത് ഉത്തരവാദിത്വവും ഭാഗ്യവുമാണ്, പരീക്ഷണമാണ്. ഏതും വാപ്പ എന്നുള്ള പോസ്റ്റ് ആണെങ്കിലും, മോൻ എന്നുള്ള പോസ്റ്റ് ആണെങ്കിലും, സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് ആണെങ്കിലും, പ്രസിഡന്റ് എന്നുള്ള പോസ്റ്റ് ആണെങ്കിലും, നമ്മള് കൺവീനർ എന്നുള്ള പോസ്റ്റ് ആണെങ്കിലും, അധ്യാപകൻ ഏതാണെങ്കിലും അത് ഭാഗ്യമാണ്, അത് പരീക്ഷണമാണ്. അതിൽ നമ്മുടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനും. നോക്കൂ നിങ്ങൾ, അപ്പം മുൻഗാമികൾ ആയ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയാണ്. ഇനി നമ്മളെ ഏറെ വിഷമിപ്പിക്കണ മറ്റൊരു കാര്യം പ്രവാചകൻ പറഞ്ഞു, ഒരടിമയുടെയും ഹൃദയത്തിൽ ഈമാനും പിശുക്കും ഒന്നിക്കൂല എന്നാണ്. ഈമാനും പിശുക്കും ഒന്നിക്കൂല. അപ്പൊ എത്ര ക്ലാസ് കേട്ടാലും എന്തൊക്കെ ഉപദേശം കേട്ടാലും ചില കാര്യങ്ങൾ തിരുത്താൻ പറ്റൂല. നമുക്ക് സ്വകാര്യതയിലോ പരസ്യത്തിലോ ഒക്കെ ഉള്ള ചില കാര്യങ്ങളാണ് തിരുത്താൻ പറ്റൂല. തെറ്റ് തിരുത്തപ്പോഴാ ആ വിഷയത്തിൽ ഈമാൻ കൂടുമ്പോഴാണ് തെറ്റ് തിരുത്തുക. അഹ്ലുസുന്നന്റെ അസ്ൽ എന്താ? ഈമാൻ യസീദു വയൻഖുസു, ഈമാന് കൂടുകയും കുറയും ചെയ്യുന്നതാണ്. ഈമാന് കൂടുകയും കുറയുകയും ചെയ്യും എന്നാണ് അഹ്ലുസുന്നന്റെ അസ്ല്, അല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും എന്താ, വല യജ്തമഉ ഈമാൻ, പിശുക്കും ഈമാനും ഒന്നിക്കുകയില്ല. ഫീ ഖൽബി അബ്ദിൻ അബദൻ, ഒരടിമയുടെയും ഹൃദയത്തിൽ ഒരു സ്ഥലത്ത് കൂടെ ഒന്നിക്കൂല. അപ്പൊ പിശുക്കുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. എന്തെങ്കിലും ദീനിയായ ഒരു കാര്യത്തിന് നമ്മളൊരു ദാനം കൊടുക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോ ഒക്കെ നമ്മളെ വളരെ പേഴ്സണലായി, ഇപ്പോ അത് ചിലപ്പോ വീട്ടു ചെലവുകളിൽ പോലും ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി അബൂ സുഫിയാനെ കുറിച്ച് ഭാര്യ വന്ന് പരാതി പറഞ്ഞു. അബൂ സുഫിയാൻ വീട്ടിൽ ചിലവൊന്നും ശരിക്കും നടത്തൂല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചോളി, അതിന് തെറ്റില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം? അപ്പൊ ചിലപ്പോൾ നമ്മുടെ വീട്ടു ചെലവിൽ ഇതുണ്ടാവും, മരുന്ന് വാങ്ങണോടത്തുണ്ടാകും, അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തൊരു വിഷയം എന്താ അറിയോ? കുട്ടിക്ക് ഇടക്കിടക്ക് അസുഖം ഉണ്ടാകുകയാണ്. അസുഖം ഉണ്ടാകുമ്പോഴൊക്കെ ഈ പ്രവാസിയായ മനുഷ്യൻ ഈ ഭാര്യയോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഓരോ തവണയും 20,000 25,000 ഒക്കെ കുട്ടിക്ക് ഇങ്ങനെ രോഗചികിത്സക്ക് വേണ്ടി വരികയാണ്. അപ്പൊ പൈസ ഇറക്കേണ്ടി വരുമ്പോ ഇവന്റെ ടോൺ മാറുകയാണ്. അവൻ അനുഭവിക്കുന്ന സംഘർഷമാണ്. അത് ആർക്കാ സംശയം? ആർക്കാണ് പിടിച്ചിക്കാൻ പറ്റുക? 1 മാസം 2 3 വട്ടം ആശുപത്രിയിലാക്കി ആർക്കാ സുഹൃത്തുക്കളെ പിടിച്ചിക്കാൻ പറ്റുക? പക്ഷെ അവിടെ അവൻ പരാജയപ്പെടുകയാണ്. ആ ചെലവാക്കണ പൈസക്ക് കൂലിയിട്ടണില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കണേ കോലുമുട്ടായിക്ക് ചെലവാക്കണ പൈസ അടക്കം സ്വർഗത്തില് കനം തൂങ്ങാനുള്ളതല്ലേ? അതല്ലേ നമ്മൾ പഠിച്ച് നിന്റെ കുടുംബത്തിന് നീ ചെലവിന് കൊടുക്കുമ്പോ ആ ഉരുളക്ക് പോലും കൂലിണ്ട് എന്നല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. പക്ഷേ അത് ഓർത്തെടുക്കാൻ കഴിയാത്ത എന്താ? അവിടെ ഈമാൻ പോവുകയാണ്, അവിടെ ഈമാൻ താഴത്തേക്ക് ഇറങ്ങാണ്. അതന്നെയാണ് എന്റെ വിഷയം. അപ്പൊ അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുന്ന, ഈമാൻ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ്. മാത്രല്ല നമുക്ക് കാണാൻ കഴിയും, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അദ്ദേഹം പറയണേ, അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്, കൂടെ സഞ്ചരിച്ച ആളുകൾ യുക്സിറു ഫീ തവാഫിഹി ബിൽ ബൈത്തി വബിൽ വുഖൂഫ് ബിൽ അറഫ അൻ യഖൂൽ അല്ലാഹുമ്മ ഖിനി ശുഖ നഫ്സി. ശരിക്കും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ ജീവചരിത്രം അറിയുന്ന ആളുകൾക്ക് ഒരിത്തിരി നെഞ്ചിലെ നീറ്റലോടുകൂടെ മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. എന്താ? അദ്ദേഹത്തിന്റെ ചുറ്റും നടന്ന ആളുകൾ പറയാ, അദ്ദേഹം കഅബയെ തവാഫ് ചെയ്യുമ്പോ അറഫയിൽ നിൽക്കുമ്പോഴൊക്കെ നിരന്തരം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഖിനി ശുഖ നഫ്സി, അല്ലാഹുവേ എന്റെ മനസ്സിന്റെ പിശുക്കിനെ എനിക്ക് നീ സംരക്ഷിച്ചു തരണേ എന്നാണ്. എന്റെ മനസ്സിന്റെ പിശുക്കിനെ എനിക്ക് നീ സംരക്ഷിച്ചു തരണേ. ആരാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? നിങ്ങൾക്ക് അറിയോ? ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്നത് മക്കയിൽ ഇസ്ലാം പ്രചരിക്കുകയും ഹിജ്റയുടെ ഓർഡർ വരികയും ചെയ്തപ്പോ മക്കയിൽ സ്വന്തം വിശ്വാസവും നിലപാടും അനുസരിച്ച് ജീവിക്കാൻ മക്കക്കാര് സമ്മതിക്കണില്ല, പിടിച്ചു നിന്നു.
അല്ലെ? പിടിച്ചു നിന്നു. 13 കൊല്ലം പ്രവാചകൻ പിടിച്ചു നിന്നു. വെറുതെ പാഞ്ഞതല്ല. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് മുസ്ലിങ്ങളൊക്കെ ഹിജ്റ പോട്ടെ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. മുസ്ലിങ്ങളൊക്കെ അവരെ നാട്ടിൽ നിന്ന് ഹിജ്റ പോട്ടെ എന്നൊക്കെ പറയുന്ന ചില പ്രമാണം അവർക്കറിയില്ല, ദീനും അവർക്കറിയില്ല, അതേപോലെ തന്നെ നാട്ടിലെ നിയമങ്ങളും തത്വങ്ങളും അതും അവർക്കറിയില്ല, ഈ പറയണീന്റെ അപക്വത അതും അവർക്കറിയില്ല. മനസ്സിലായില്ലേ? എല്ലാം കൂടിയുള്ള അള്ളാഹു ഹിൽമു കൊടുക്കട്ടെ, വിവേകം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കലേ നമുക്ക് വഴിയുള്ളൂ. എങ്കിൽ 13 കൊല്ലം അവിടെ പിടിച്ചു നിന്നു. എന്തൊക്കെ സഹിച്ചു സഹോദരന്മാരെ. കഴുത്തറുത്തു അല്ലെ? അമ്മാറിന്റെ മാതാപിതാക്കളുടെ പെരടിയും ഒടലും തലയും രണ്ടാകണത് പ്രവാചകൻ കണ്ടു, കരഞ്ഞു. ഒന്ന് കല്ലെടുത്തെറിയാൻ പോലും പോയില്ല. എന്തേ? പ്രവാചകൻ ഭീരു ആയതുകൊണ്ടാ? അവിടെ ഒരു പെരുമാറ്റത്തിന്റെ ശാസ്ത്രമുണ്ട്, അത്തരം കാര്യങ്ങളിൽ ഒരു ഇസ്ലാമുണ്ട്. അവിടെ സൊബറിന്റെ ഘട്ടമായിരുന്നു. സൊബറൻ യാസറിന്റെ കുടുംബമേ ക്ഷമിക്കുക എന്ന് മാത്രം പ്രവാചകൻ പറഞ്ഞു. നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. എന്തെല്ലാം കണ്ടു. സ്വന്തം മോളെ ഒട്ടകപ്പുറത്തുനിന്ന് ചവിട്ടി താഴെയിട്ട് ഭർത്താവ് അവിശ്വാസിയാണ്, അയാള് ആ ഗർഭം നഷ്ടപ്പെട്ടു. തന്റെ ഉള്ളിലെ വളരുന്ന കുഞ്ഞ് അബോർട്ട് ചെയ്യപ്പെട്ടപ്പോ കരയുന്ന മകളെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവിന്റെ വേദനകൾ പ്രവാചകൻ അനുഭവിച്ചു. ഒക്കെ ഉണ്ടായിട്ടും അവിടെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്തത് എന്താണെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരാ അറിയോ? നമ്മളെ വെട്ടത്തൂർ അത്ര മുതലാളിയായിട്ട് ആരുമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വിശാലമായ തോട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ഈത്തപ്പന തോട്ടങ്ങൾ സർവം ദീനിനു വേണ്ടി ഉപേക്ഷിച്ചു, നിലപാടിന് വേണ്ടി ഉപേക്ഷിച്ചു, സ്വർഗത്തിന് വേണ്ടി ഉപേക്ഷിച്ചു. മക്കത്ത് വന്നപ്പോ, മദീനത്ത് വന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ടമിടറി. പ്രവാചകൻ കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആരെന്റെ അബ്ദുറഹ്മാനെ ഏറ്റെടുക്കും? അപ്പോ ഒരുപാട് ആളുകൾ കൈവക്കി. മദീനയിൽ ആദ്യം വന്ന ആൾക്കാർ അവസാനമായപ്പോൾ തന്നെ കൈവക്കാൻ ആളില്ലാതായി എന്നാണ്. ആരെടുത്തും കൊണ്ടാകാൻ ആരെടുത്തും ഒന്നുമില്ല. മക്കത്തുനിന്ന് ഇങ്ങനെ വരില്ല മനുഷ്യന്മാര് കേട്ടോ. മക്കത്തുനിന്ന് ഇങ്ങനെ വരിക കുറച്ചാൾക്കാർ അഹ്ലുസുഫ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കൂടി ആരൊക്കെയോ നബിക്ക് കൊടുക്കണ സമ്മാനങ്ങൾ ഓരി വെച്ചു കൊടുക്കും. അങ്ങനെ അവർ ജീവിച്ച്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരാളുടെ കൂടെ പോയി. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യമാരാണിത്. ഇതൊന്നും ചരിത്രത്തിലെ അധികെഴുത്തുകളോ എക്സാജറേഷനുകളോ പ്രഭാഷകന്മാര് ധരിപ്പിക്കാൻ വേണ്ടി പറയണതോ അല്ല. അങ്ങനെ പറയാൻ പറ്റൂല. ദീനല്ല അങ്ങനെ പറയല് ദീനല്ല. ആ ഭാര്യമാരെ 4 ഭാര്യമാരുണ്ട് എനിക്ക്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. എന്റെ സമ്പാദ്യത്തിന്റെ പകുതി നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു. ആരാത്? എവിടുന്നോ വരുന്നൊരു മനുഷ്യൻ. അതാണ് ഈമാനിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ വീട്ടിലെ ആ കുക്കറൊന്ന് കൊടുക്കാന്, നമ്മളെ വീട്ടിലെ കൈക്കോട്ടും കത്തിയും കൊടുക്കാൻ 100 നിയമ അല്ലെ? അയലോക്കാർ ഒന്ന് ചോദിക്കുമ്പോഴേ കോണി ഒന്ന് കൊടുക്കാൻ, നമ്മൾ ഒന്നിച്ചൊരു വണ്ടിയിൽ പോകുമ്പോ ആ വണ്ടിന്റെ പൈസ ഒന്ന് കൊടുക്കാന് നമുക്ക് ഭയങ്കര പ്രശ്ന. എങ്കിൽ എന്തും തരാന്നാണ് അദ്ദേഹം പറഞ്ഞു, എനിക്കാകെ ഒരു കൊട്ട മതി, ഒരു ഈത്തപ്പനന്റെ കൊട്ട തരിക. മദീനയിലെ മാർക്കറ്റിൽ കച്ചവടം തുടങ്ങാനുള്ള കുറച്ച് കാരക്കയും കടം തരിക. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി. ചരിത്രം പറഞ്ഞാൽ എന്താ അറിയോ? പണ്ടത്തതിനേക്കാളും വലിയ പ്രതാപത്തിലേക്ക് അദ്ദേഹം പോയി. നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമൂഹത്തിലെ വലിയൊരു അംബാനി ഡൽഹിയിലെ സ്ട്രീറ്റിൽ ഒരു കൊട്ടയും കൊണ്ടെങ്ങനെ ഇരിക്കണത്, എല്ലാം നഷ്ടപ്പെട്ട ഒരു കൊട്ടയും കൊണ്ടിരിക്കണ വെറുതെ കണ്ടോക്ക്, അപ്പൊ കാണാം. എന്നിട്ട് അദ്ദേഹം രണ്ടാമത് പൂർണ്ണമായി തിരിച്ചു വന്ന് മഹാസമ്പന്നതയിലേക്ക് എത്തിയപ്പോ കഅബാലയത്ത് തവാഫ് ചെയ്യുമ്പോ അറഫയിൽ ആളുകൾ സംഗമിക്കുന്ന, ലക്ഷോപലക്ഷങ്ങൾ സംഗമിക്കുന്ന അറഫയിലെ ഒരു പ്രാർത്ഥനാ വാചകമാണത്. അല്ലാഹുമ്മ ഖിനി ശുഖ നഫ്സി, പടച്ചോനെ എന്റെ ഉള്ളിലെ പിശുക്കിന്റെ മനസ്സിനെ നീ എനിക്ക് കാത്തു തരണേ റബ്ബേ, എന്നെ നീ പിശുക്കനാക്കല്ലേ പടച്ചോനെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. മാത്രല്ല അത് നിഫാഖിന്റെ വഴിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. നിഫാഖിന്റെ വഴിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്താ? ഒരു വ്യക്തി പിശുക്കിനെ സൂക്ഷിക്കണില്ലെങ്കിൽ അത് നിഫാഖിന്റെ വഴിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലെ വചനങ്ങൾ ഓതി പഠിപ്പിക്കുക. മാത്രല്ല നിങ്ങൾ നോക്ക്, ഒരു പ്രാർത്ഥന തന്നെ എല്ലാ ദിവസവും ചൊല്ലാൻ നിശ്ചയിച്ച പ്രാർത്ഥനയിലുള്ളതാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വൽ കസ്ൽ. അല്ലാഹുവേ, പിശുക്കിൽ നിന്നും മടിയിൽ നിന്നും അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും ഒക്കെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വൽ കസ്ൽ വഅർദലിൽ ഉമർ വഅദാബിൽ ഖബർ വഫിത്നത്തിൽ മഹ്യ വൽ മമാത്. ഖബറിലെ ശിക്ഷ അടക്കമുള്ള എല്ലാ കാര്യത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോ മുഹ്ലിക്കാത്താണ് നമ്മൾ പഠിക്കണേ. മുഹ്ലിക്കാത്തിൽ ഒന്നെന്താണ് പറഞ്ഞത്? മുഹ്ലിക്കാത്തിലെ ഒന്ന് അത് പിശുക്കാണ് എന്നാണ്. മുഹ്ലിക്കാത്തിലെ ഒന്ന് ഫശുഖുൻ മുതാ എന്നാണ്. രണ്ടാമത്തത് വഹവൻ മുത്തബ. എന്താ?
എന്ത് ഇച്ഛകളെയും നിങ്ങൾ ഇങ്ങനെ പിന്തുടർന്നു പോകുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരുപാട് സലഫുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പിശുക്കിന്റെ കാര്യത്തിലുണ്ട്. ഞാൻ അതുകൊണ്ട് ഒഴിവാക്കുകയാണ്. നമുക്ക് ഈ 3 കാര്യങ്ങൾ ഇന്നൊന്ന് പറഞ്ഞു തീർക്കണം എന്ന് തോന്നിയത് കൊണ്ട്. എന്താ? വലാ തത്തബിൽ ഹവ ഫയുളില്ലുക അൻ സബീലില്ലാഹ്. നീ ഹവയെ സൂക്ഷിക്കണം, അത് നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കും. അപ്പൊ എന്താ ഹവയെ എങ്ങനെ സൂക്ഷിക്കുക? ഇച്ഛകളെ എങ്ങനെ സൂക്ഷിക്കുക? നമ്മൾ എന്ത് ജീവിതത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിലും അത് പ്രമാണങ്ങളിൽ നിന്നാവണം, ഖുറാനിൽ നിന്നാകണം, സുന്നത്തിൽ നിന്നാകണം. ഖുർആനും സുന്നത്തും വഴി കാണിക്കാത്ത ഒന്നുമില്ല. അധുനാധുനികമായ മസാലകളിൽ അടക്കം ഖുർആനും സുന്നത്തും വഴി കാണിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് സബർ വേണം, കുറച്ച് പഠിക്കാനുള്ള മനസ്സ് വേണം, കുറച്ച് അന്വേഷിക്കാനുള്ള സംഗതി വേണം, കുറച്ച് സംഭവങ്ങൾ വേണം. നമ്മൾ കാലങ്ങളായി ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കും. അതെന്താ? നമ്മളെ ഇച്ഛയാണ്. ഞാൻ ഇടക്ക് ഇവിടെ കർഷകരൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എന്താ? നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പൂള കച്ചവടം ചെയ്യുമ്പോൾ മണ്ണിന്റെ അടിയിലിട്ടാണ് കച്ചവടം ചെയ്യും. എന്താ കാര്യം? അത് പണ്ടൊക്കെ അങ്ങനെ ചെയ്തു വരുന്നതാണ്. ഇല്ല, അതില്ല, ആ കച്ചവടം ഇസ്ലാമിലില്ല. ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞോടുകൂടെ ഒരു 100 ചോദ്യം നമ്മളുള്ളിൽ. അതങ്ങനെയല്ലേ? അതാണ് പ്രശ്നം. അതിനാണ് ഹവാറ. ഇസ്ലാം അത് ഇല്ല പറഞ്ഞാൽ ഇല്ല, പിന്നെ അതിന്റെ ഇസ്ലാമിലുള്ളത് എന്താണെന്ന് പഠിക്കുക, പരിശോധിക്കുക. അടക്ക കച്ചവടം ചെയ്യാണ്. എന്താ? അടക്ക പൂവിട്ട് അത് അടക്കയായി രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിങ്ങനെ പൂട്ട് തുടങ്ങുമ്പോൾ തന്നെയാണ് വരും. എന്നിട്ട് ഒറ്റ കച്ചവട. ഇതൊരു തരം ലോട്ടറിയാണ്. നമുക്ക് കിട്ടിയ നമുക്ക് കിട്ടി, മൂപ്പര് കിട്ടിയ മൂപ്പർക്ക് കിട്ടി. അപ്പൊ ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇച്ഛകൾ, എന്താ ലൈംഗിക രംഗത്തെ താല്പര്യങ്ങൾ, സാമ്പത്തിക രംഗത്തെ താല്പര്യങ്ങൾ ഒക്കെ നമ്മളൊരു തോന്നല്, അതിന് നമുക്കുള്ള ചില ഊഹങ്ങള്, അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ചെയ്തു പോകുന്ന സ്വഭാവമാണ് പല ആളുകൾക്കും ഉണ്ടാവുക. ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിഇത്തിബാഇ അഹ്വാഅഹും ബിഇത്തിബാഇ അഹ്വാഇഹിം വതർകിഹിം കിതാബല്ലാഹ്. എന്താ? ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങളെ മുമ്പുള്ള ആളുകളെ നശിപ്പിച്ച കാര്യം പിശുക്ക് പറഞ്ഞു. അതേ ഗണത്തിൽ പറയാണ്, നിങ്ങളുടെ മുമ്പുള്ളവർ നശിപ്പിച്ചത് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് അവർ പോയി, അവര് കിതാബിനെ ഒഴിവാക്കി. ഇപ്പൊ നമ്മള് വീട് കൂടുകയാണ്, അവിടെ കിതാബുണ്ട്, സുന്നത്തുണ്ട്. മോളെ കല്യാണം നടത്തുകയാണ്, അവിടെ കിതാബുണ്ട്, സുന്നത്തുണ്ട്. വണ്ടി വാങ്ങുകയാണ്, അവിടെ കിതാബുണ്ട്, സുന്നത്തുണ്ട്. എല്ലാറ്റിലും ഉണ്ട് കിതാബും സുന്നത്തും. ദീന് ഇല്ലാത്ത ഒന്നുമില്ല. ദീൻ എല്ലാ കാര്യത്തിലുണ്ട്, അല്ലെ? ദീനും ദുനിയാവും രണ്ടും രണ്ടായി നിൽക്കുമ്പോൾ തന്നെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, പടച്ചോനെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ ഖൈർ തരണം, ദുനിയാവിൽ നന്മ തരണം, പരലോകത്ത് രണ്ടും രണ്ടായി തന്നെ പഠിപ്പിക്കുമ്പോഴും രണ്ടിലും 100% ദീനിന്റെ എലമെന്റുകൾ എല്ലാറ്റിലും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ അള്ളാഹുവിന്റെ റസൂൽ ദീനിനെ നമുക്ക് പഠിപ്പിച്ചെന്നതും മനസ്സിലാക്കി തന്നതും. അപ്പോ ആ നിലക്ക് നമ്മളെ നശിപ്പിക്കുന്നതാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാ, സുഫിയാൻ സൗരി പറയാ, മാ ആജിൽതു ശൈഅൻ അശദ്ദ അലയ്യ മിൻ ഹവാ നഫ്സി. ഞാൻ എന്റെ മാനസികമായ രോഗങ്ങളെ ഏറ്റവും കൂടുതൽ ചികിത്സിക്കേണ്ടി വന്നത് എനിക്ക് ഹവനെയാണ്. ഹവ, ഇച്ഛകൾക്കനുസരിച്ച് ഇങ്ങനെ പോവുക. ഇച്ഛകൾക്കനുസരിച്ച് പോയിട്ട് മനുഷ്യൻ എന്താ, അള്ളാഹുവിന്റെ ഖുർആൻ എന്താ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്? അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവ, സ്വന്തം ഇച്ഛകളെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ എന്നാണ്. എന്താ? പടച്ചോൻ പറയേണ്ടതൊക്കെ ഇച്ഛ പറയും, തോന്നലനുസരിച്ച് എല്ലാ കാര്യങ്ങളെയും എടുത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുക എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, സ്വയം നശിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, ഇജാബുൽ മർഇ ബിനഫ്സിഹി. ഒരു മനുഷ്യൻ അവനെ പറ്റി തന്നെ ഭയങ്കര അഭിപ്രായം. എടോ, അവനെ പറ്റി തന്നെ ഭയങ്കര അഭിപ്രായം. ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമൻ ഇത്തഖാ. നിങ്ങൾ നിങ്ങളെ തന്നെ ഭയങ്കര ഉഷാറാക്കാൻ നിൽക്കണ്ട. നിങ്ങളെ തന്നെ ഭയങ്കര ഉഷാറാക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിനെ അറിയാം. അപ്പൊ നമ്മളെപ്പോഴും പഠിച്ചവനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ള തൃപ്തിയല്ല. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്ക്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി അംർ ബിൻ ആസ് മരിക്കാൻ കിടക്കുക. അംർ ബിൻ ആസ് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം കരയണത് കാണുമ്പോൾ മോൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഓർമ്മയാക്കണം, ഇപ്പൊ എന്തിനാ വിഷമിക്കണേ? ഇസ്ലാം വന്ന ആദ്യകാലത്ത് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയാക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു മോനുണ്ടാകുമോ? നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തതാണ്, അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കണ ഒരു മോനെ നമുക്ക് ഉണ്ടാകുമോ? അപ്പൊ ആ മോനോട് വാപ്പ പറയും, മോനെ എന്റെ ജീവിതത്തിന് 3 ഘട്ടമുണ്ട്. ഒന്ന് നബിനെ കൊല്ലാൻ നടന്ന കാലം, അൽഹംദുലില്ലാ അതെനിക്ക് ഹിദായത്ത് തന്നു. 2ാമത്തെ ഘട്ടം ഞാൻ ഇസ്ലാം സ്വീകരിച്ച കാലം, ആ കാലത്തെ കുറിച്ച് എനിക്ക് ടെൻഷനില്ല. 3ാമത്തെ ഘട്ടമാണ് മോനെ പ്രശ്നം, അള്ളാഹുവിന്റെ റസൂല് ദീൻ എത്തിക്കാൻ പറഞ്ഞ കാലം, അത് ഓർത്തിട്ടാണ് ഞാൻ കരയണതെന്നാണ്. അവരൊക്കെ എന്തൊക്കെ ചെയ്തു സഹോദരന്മാരെ? അവരൊന്നും ചെയ്തതിലുള്ള തൃപ്തിയില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ചെയ്തതിലുള്ള തൃപ്തിയും ഒക്കെ ഞാനാണ് നടത്തുന്നതെന്നുള്ള തൃപ്തിയൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു അപകടം പതിഞ്ഞിരിക്കുന്നു. ശൈത്താൻ നമ്മളെ കുടുക്കാനുള്ള ഓരോ പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും. അതുകൊണ്ട് 4 കാര്യങ്ങളിൽ 3 വിഷയങ്ങളിൽ
മൂന്ന് പിന്നെ കാര്യങ്ങൾ നമ്മളിവിടെ പറയേണ്ടായി. ബാക്കി അടുത്ത ഖുത്ബയിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം, ഞാൻ എല്ലാ ഇടവേളയിലും പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടിയാണ് ഓർമ്മയാക്കുകയാണ്. നമ്മൾ ഈ ജുമാ തുടങ്ങിയതിന് ശേഷം എത്തുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ജുമാന്റെ സമയത്ത് ഇവിടെ 2 മലക്കുകളെ പഠിച്ചോ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഖുത്ബ അവർ കേൾക്കുന്നുണ്ട് ഹദീസിലുള്ളത് പ്രകാരം. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകൾ എങ്ങനെ രേഖപ്പെടുത്തുന്നതാണ്. പഠിച്ചോനത് രേഖപ്പെടുത്തിയിട്ടൊന്നും വേണ്ട, ഇതൊന്നും അറിയാൻ കേട്ടോ. പഠിച്ചോനത് രേഖപ്പെടുത്തിയിട്ടൊന്നും വേണ്ട. പക്ഷെ നമുക്കത് ബോധ്യപ്പെടാനാണ് പഠിച്ചോൻ അങ്ങനെ ഒരു ഉദാഹരണമൊക്കെ പറയുന്നത്. മനുഷ്യന്റെ നിലവാരത്തിൽ വിഷയം ബോധ്യപ്പെടാനാണ്. അപ്പോ ഖുത്ബ തുടങ്ങിയതിന്റെ ശേഷം എത്തുമ്പോൾ എന്താ സംഭവിക്കുക? അവരെ 7 മടക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധ. ഭയങ്കര ദീനിയായ എതിരുള്ളവരൊക്കെ ഉണ്ട് ഈ സദസ്സ് തന്നെ, എനിക്കറിയാം കേട്ടോ. അവർ ഓടിപ്പാഞ്ഞ് വരുന്നതാണ്. അവർക്ക് എത്താവുന്നതിന്റെ ഏറ്റവും നേരത്തെയാണ് അവര്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്താ കിട്ടുക? ഒട്ടകത്തെ അർത്ഥത്തിന്റെ കൂലി ചിലപ്പോൾ അവർക്ക് കിട്ടും. അത് ആദ്യം വരുന്നോണ്ട് മാത്രമല്ല കിട്ടുക. ആദ്യം വരുന്നോണ്ട് മാത്രമല്ല, അവരുടെ നീയത്തിന് അത്ര ഊക്കുണ്ടാകും. നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാം. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ 4 കാര്യമാണ്. ഒന്ന്, 4 കാര്യവും 3 പോയിന്റ് വീതമാണ്. എന്താ? 3 കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കുന്നതാണ്, 3 കാര്യങ്ങൾ നിങ്ങളെ രക്ഷിക്കുന്നതാണ്, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പാപമോചനമാണ്, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പദവിയാണ്. അതിൽ ആദ്യത്തെ 3 കാര്യത്തിൽ ഓരോന്നിലും 10 പോയിന്റ് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ അത് കഴിയാത്തോണ്ട് ഒന്നാമത്തതിൽ ഒരു 10 പോയിന്റ് പറഞ്ഞു, രണ്ടാമത്തതിൽ ഒരു 3 പോയിന്റ് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുത്ബയിൽ പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.